ശരി, ശ്രീജിത്ത് പണിക്കർ, കോൺഗ്രസിനെ ശ്രദ്ധിക്കുകയേ വേണ്ട എന്ന രീതിയിലാണല്ലോ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ തന്നെ ഏറ്റവും ഒടുവിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ വിഷയത്തിൽ കോൺഗ്രസിന് പെട്ടെന്നൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. വൈകിയാണ് കോൺഗ്രസ് ആ നിലപാടെടുത്തത്. പക്ഷേ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസും CPM ഒക്കെ പൊടുന്നനെ തന്നെ നിലപാടെടുത്തിരുന്നു. അപ്പോൾ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഈ പാർട്ടികൾക്കുണ്ടായിരിക്കുകയാണല്ലോ. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിയും. ശ്രീ മഞ്ജുഷ്, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ അയോധ്യ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ ചിന്തിച്ചാൽ തന്നെ ഈ പ്രതിപക്ഷ നിരയിലുള്ള പാർട്ടികളിൽ ഒരു ട്രൂ പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമാണ്. അപ്പോൾ അവർക്ക് പല സംസ്ഥാനങ്ങളിലുള്ള ഡെമോഗ്രഫി എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം, അവിടെയുള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം പരിഗണിക്കണം. അപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ പാടെയങ്ങ് തള്ളിക്കളയുന്നത് അവർക്ക് എളുപ്പമല്ല. ഇപ്പോൾ നമുക്കത് മുസ്ലിം പ്രീണനമെന്നോ ഹിന്ദു പ്രീണനമെന്നോ മുസ്ലിം വിരോധമെന്നോ ഹിന്ദു വിരോധമെന്നോ ഒന്നും തന്നെ കൃത്യമായിട്ട് പറയാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് അവർക്ക് കഴിയില്ല. കാരണം ഒരു സ്ഥലത്ത് ആ തീരുമാനം അവരെ ഗുണപരമായിട്ട് സ്വാധീനിക്കുമെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അത് എതിരായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരെ മറിച്ച് ഈ ഇന്ത്യ ബ്ലോക്കിൽ വരുന്ന മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ തലവേദനയില്ല. അതെല്ലാം തന്നെ അതിൽ എത്ര ദേശീയതയുള്ള പാർട്ടിയുണ്ട് അല്ലെങ്കിൽ ദേശീയ പാർട്ടിയാണ് പ്രസൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ആത്യന്തികമായിട്ട് ഇതെല്ലാം തന്നെ പ്രാദേശിക പാർട്ടികളാണ്. ഇപ്പൊ TMCയെ സംബന്ധിച്ചിടത്തോളം TMCക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവർക്ക് പ്രാദേശികമായിട്ട് വെസ്റ്റ് ബംഗാളിൽ എങ്ങനെയാണോ അത് ബാധകമാകുന്നത് എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ല. അപ്പൊ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 42 സീറ്റുകളുണ്ട് ലോക്സഭയിലേക്ക്. അത് വളരെ സൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മമതാ ബാനർജിയുടെ പ്രോസ്പെക്ട്സ് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ട്രംപ് കാർഡാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് 39 സീറ്റുകളുണ്ട്. അപ്പോൾ DMKയെ സംബന്ധിച്ചിടത്തോളം ആ 39 സീറ്റുകളിൽ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന. അതിനുശേഷം മാത്രമേ ഇന്ത്യ ബ്ലോക്ക് എന്നുള്ളതോ അല്ലെങ്കിൽ സീറ്റ് പങ്കിടുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വരികയുള്ളൂ. ഇത് ഇവരുടെ എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. ഇപ്പൊ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ സീറ്റ് വർദ്ധിപ്പിക്കാം എന്നതാണ് അവരുടെ പരിഗണന. അല്ലാതെ അവർക്ക് ഈ സീറ്റ് ഷെയറിംഗ് ഒന്നും തന്നെ അവരുടെ താല്പര്യമല്ല. JDUവിന് ഇത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഏത് വരുന്ന ഒരു വിഷയത്തിലും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള, അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനത്തുള്ള ഇലക്ടറേറ്റിനെ ബാധിക്കുന്ന തീരുമാനം എന്താണോ അതെടുത്താൽ മാത്രം മതിയാകും. നേരെ മറിച്ച് കോൺഗ്രസിന് അത് പറ്റില്ല. അതുകൊണ്ട് രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും കോൺഗ്രസ് ഇങ്ങനെ ഡിലേ ചെയ്ത് കൊണ്ടുവരുന്നു. ഇപ്പൊ കേരളത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ഇപ്പോൾ ലോക്സഭയിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളത്തിൽ. ഇപ്പൊ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് അവരൊരു നിലപാടെടുക്കുന്ന സമയത്ത് അവിടെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നവർ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് 19 സീറ്റ് UDFന് മൊത്തത്തിൽ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്താൻ ഒരുപക്ഷെ അത് അവരെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവർക്ക് ഇല്ലാതാക്കുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള അവരുടെ പ്രോസ്പെക്റ്റുകളാണ്. ഈ ഒരു പ്രശ്നമുണ്ട്. മറ്റു പാർട്ടികൾക്ക് അതില്ല എന്നുള്ളത് അവരുടെ ഒരു സൗകര്യമാണ്, കോൺഗ്രസിന്റെ ദോഷവുമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇന്ത്യ ബ്ലോക്ക് ഒക്കെ രൂപീകരിക്കുന്ന വേളയിൽ തന്നെ ഉണ്ടായിരുന്ന നിരവധി ചർച്ചകളിൽ ഞാൻ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. എങ്ങനെയൊക്കെ നമ്മൾ ഈ ഐക്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിപ്പോഴും ഒരു ഡിവൈഡഡ് ഹൗസ് ആണ്. അവിടെ ഏതെങ്കിലും പ്രത്യേകിച്ചുള്ള ഒരു ഐഡിയോളജിയിൽ അധിഷ്ഠിതമായിട്ട് വന്നിരിക്കുന്ന കാര്യമല്ല. അവർക്കുള്ള ഒരൊറ്റ ഐഡിയോളജി എന്ന് പറയുന്നത് BJP വിരുദ്ധത എന്നുള്ളതാണ്. പക്ഷെ BJP വിരുദ്ധത എന്നതിൽ പോലും 100% ആത്മാർത്ഥത കാണിക്കാനായിട്ട് ഈ പാർട്ടികൾക്ക് പലപ്പോഴും കഴിയുന്നുമില്ല. ഒരുപക്ഷെ അത് കാണിക്കുന്നത് കോൺഗ്രസ് മാത്രമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു നിതീഷ് കുമാറിന് എന്താണ് തൃണമൂൽ ഒരു സോഫ്റ്റ് കോർണർ ഒരിക്കലും കാണിക്കുന്നില്ല. ശ്രീ പണിക്കർ, അല്ല, തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് BJP എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യ ബ്ലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി വരുമോ എന്നുള്ളത് മാത്രമാണ്. മമതാ ബാനർജി എങ്ങനെയാകും അത് ചിന്ത തന്നെയാണ് JDUവിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ടത്. ഇപ്പൊ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നരേന്ദ്രമോദിയോട് ചങ്ങാത്തത്തിൽ വരുന്നതിനോ അടുത്ത ദിവസം പിണങ്ങിപ്പോയതിനു ശേഷം വീണ്ടും ചങ്ങാത്തം സ്ഥാപിക്കുന്നതിനോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. അവരവിടെ എങ്ങനെയാണ് RJDയെ കാണുന്നത്, അവരെങ്ങനെയാണ് അവിടെ ഗവർണർ സന്ദർശനം നടത്തുന്നത്, ആ സന്ദർശനത്തിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ തന്നെയാണോ അതിന്റെ അന്തർലീനമായിരിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ നേതാവും തന്റെ ഫോട്ടോ എത്രത്തോളം ബലപ്പെടുത്താം, തനിക്ക് എത്രത്തോളം കൂടുതൽ ബാർഗെയിനിങ് പവർ ഇന്ത്യ ബ്ലോക്കിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ള പ്രഥമ പരിഗണന കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതൊരു മുന്നണി സംവിധാനമാണ് എന്ന നിലയ്ക്ക് പോലും ചിന്തിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിന്റെ മുന്നണി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. കാരണം അത് ഐഡിയോളജിക്കൽ അല്ല. ഐഡിയോളജി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ റൈറ്റ് വിങ് ഐഡിയോളജി എതിർക്കുന്നു എന്ന് പോലും പറയാൻ പറ്റില്ല. BJP വിരോധം എന്നേ പറയാൻ കഴിയുകയുള്ളൂ. BJPയേക്കാൾ റൈറ്റ് ആയിട്ടുള്ള ശിവസേന വരെ ആ മുന്നണിയിലുണ്ട് എന്നുള്ളത് ഓർക്കണം. അപ്പൊ അത് എല്ലാ സമയത്തും ഏത് സമയത്തും ഒക്കെ ഉണ്ടാകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. അതിപ്പോ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഇപ്പൊ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ വരികയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ഇല്ലാതെയാക്കുന്ന സാധ്യതകൾ ആരുടേതാണ്? കോൺഗ്രസിന് അതുകൊണ്ട് മത്സരിക്കാതിരിക്കാൻ കഴിയുമോ? സീറ്റ് ഷെയറിംഗ് ഇല്ല.
ആം ആദ്മി പാർട്ടി പറയുകയാണ് ഞങ്ങൾ സ്വയം മത്സരിക്കും. അതേപോലെ തന്നെ മമതാ ബാനർജി പറയുകയാണ് ഞങ്ങൾ സ്വയം മത്സരിക്കും. ഇനി നാളെ ആ പക്ഷത്തേക്ക് NDAയിലേക്ക് പോയില്ല എങ്കിൽ പോലും സ്വതന്ത്രമായി നിന്നുകൊണ്ട് ബാർഗെയിനിങ് പവർ വർദ്ധിപ്പിക്കുന്ന രീതിയിലത്തേക്ക് നിതീഷ് കുമാറിന്റെ പാർട്ടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നത് ഈ സ്ഥലത്തെല്ലാം തന്നെ കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കും എല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തിയല്ലേ പറ്റൂ. അങ്ങനെ നിർത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവരുടെ ബ്ലോക്കിലേക്ക് വരേണ്ടുന്ന വോട്ടുകൾ വീണ്ടും വിഘടിച്ചു പോകും. അപ്പൊ അത് അഡ്വാൻറ്റേജ് ആകുന്നത് ആർക്കാണ്? BJPക്കാണ്. അപ്പൊ അവര് BJP ഈ കാര്യത്തിൽ കാണിക്കുന്ന, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരുന്നുകൊണ്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റുകളാണ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ തുടക്കത്തിൽ നമ്മൾ ഇലക്ഷനിലേക്ക് പോയിട്ടില്ല, സീറ്റ് ഷെയറിംഗിലേക്ക് പോയിട്ടില്ല. തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ സീറ്റ് ഷെയറിംഗിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ ഒരു വിടവ് കൂടുതൽ വലുതാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് ഉണ്ടായാൽ ആ സമയത്ത് ഇത് ആടപടലം അടിയായിരിക്കും. കാരണം ആരാണ് നേതാവാകുന്നത്, ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്, മല്ലികാർജുൻ ഖാർഗെ അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മമതാ ബാനർജിക്ക് കൂടുതൽ സീറ്റ് കിട്ടിയാൽ, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മമതാ ബാനർജി വന്നാൽ, അല്ലെങ്കിൽ നിതീഷ് കുമാർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ധാരണയിൽ മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ശരിയാണ്, തെരഞ്ഞെടുപ്പിന് ശേഷം അത് വലിയ ചിന്ത ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തമ്മിൽ നോക്കാത്ത ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കൾ. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇനി എന്ത് പ്രതീക്ഷിക്കണം?